ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അരിപ്പൊടി വെച്ചിട്ട് ഗോട്ട് മിൽക്ക് സോപ്പ് ബേസ് കൊണ്ട് നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് ഞാൻ സോപ്പ് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഒരുപാട് പേര് കുറേ ദിവസമായി ഇങ്ങനെ ഓരോ ഡൗട്ട് ചോദിക്കണം. അതായത് ഗോട്ട് മിൽക്ക് വെച്ചിട്ടുള്ള സോപ്പ് ഉണ്ടാക്കുമോ, അപ്പോൾ ഈ ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് ബേസ് കൊണ്ട് ഏതൊക്കെ സോപ്പാണ് ഉണ്ടാക്കുക എന്നൊക്കെ ഓരോരുത്തർ ഓരോ ഡൗട്ട് ഇങ്ങനെ എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുൾത്താനി മിട്ടിയുടെ സോപ്പ് ഉണ്ടാക്കാനും ആ പൊടി ഉണ്ടെങ്കിലും നമുക്ക് അതിനൊക്കെ ഏറ്റവും നല്ലത് സോപ്പ് ബേസ് എന്ന് പറയുന്നത് ഗോട്ട് മിൽക്കിൻ്റെ സോപ്പാണ്. അപ്പം പിന്നെ ഒരുപാട് പേര് പത കുറവുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുക, തരി ഓയിൽ, അതായത് 1 ടീസ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പത ഉണ്ടാവും. ഞാനിതൊന്നും ചേർക്കാറില്ല, അല്ലാണ്ട് തന്നെ എൻ്റെ സോപ്പിന് എനിക്ക് നന്നായിട്ട് പത തോന്നാറുണ്ട്. ഇനി ഇല്ല എന്നുള്ളവർക്ക് ഒരു റെമഡിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പത കിട്ടും. അപ്പോൾ ഞാൻ 1 kgയുടെ ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് ബേസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കിലോനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോനോണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അപ്പോൾ 1 കിലോനോണ്ട് നമുക്ക് ഏകദേശം എത്ര സോപ്പ് കിട്ടും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോസിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുട്ടികൾക്കും അതുപോലെ തന്നെ ചെറിയ മക്കൾക്ക്, അതുപോലെ വലിയവർക്ക്, നല്ല മുതിർന്നവരല്ല, ഒരു ഇടപ്രായം അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഗോട്ട് മിൽക്കിൻ്റെ ഈ അരിപ്പൊടി വെച്ചിട്ടുള്ള സോപ്പ്. നമ്മുടെ മുഖം നന്നായി വെട്ടിത്തിളങ്ങാനും മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ, കരിവാളിപ്പ് എല്ലാം പോവാനൊക്കെ നല്ലതാണ് നമ്മൾ ഈ ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് ബേസ് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി വെച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഗോട്ട് മിൽക്കിൽ തേങ്ങാപ്പാൽ വെച്ചിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിലും കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതാണ് ഈ ഒരു സോപ്പ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാനിപ്പോൾ ഇതിൽ 1 കിലോൻ്റെ ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് ബേസ് കട്ട് ചെയ്തിട്ട് അത് മെൽറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ മെൽറ്റ് ചെയ്യണമെന്ന് ഞാൻ വീഡിയോസിൽ കാണിക്കണില്ല, കാരണം അതൊക്കെ നമുക്ക് എല്ലാവർക്കും ഏകദേശം അറിയാമല്ലോ. നമ്മൾ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളത് വെള്ളം ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ മേലെ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് എല്ലാവർക്കും അറിയാം, എല്ലാവരും വീഡിയോസിലും ഉണ്ട്. പിന്നെ അങ്ങനെ എപ്പോഴെപ്പോഴും കാണിച്ചിട്ട് ആ ടൈമും കൂടെ ഇതിൽ കൂടെ കളയണ്ടെന്ന് വിചാരിച്ചാൽ അതൊന്നും ഞാൻ കാണിക്കണില്ല. അപ്പോൾ ഞാനിതൊക്കെ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലിട്ടിട്ട് ഞാൻ മെൽറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് മെൽറ്റ് ചെയ്യാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കണില്ല. അപ്പോൾ അതവിടെ ഇരുന്നിട്ട് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് 1 ടീസ്പൂണ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കിലോ ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് ബേസിലേക്ക് ഞാൻ 1 ടീസ്പൂണ് അരിപ്പൊടിയാണ് കറക്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് എന്ത് ചെയ്യാം, ഗ്ലിസറിൻ ഓയിൽ, അതുപോലെ തന്നെ റോസ് വാട്ടർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഇതിൽ ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കലക്കി കൊടുക്കുക. ഡയറക്റ്റ് നമ്മൾ എന്ത് പൊടിയാണെങ്കിലും ഡയറക്റ്റ് സോപ്പ് ബേസിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കട്ട കൂടിക്ക് എടുക്കും. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മളത് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം നമ്മൾ സോപ്പ് ബേസിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫ്രാഗ്രൻസ് ഓയിൽ വെച്ചിട്ടാണ് കലക്കിയത്. പക്ഷെ കലക്കിയപ്പോൾ എനിക്കത് കുറച്ച് അങ്ങനെ കുഴമ്പ് രൂപത്തിലായിട്ടില്ല. അപ്പം ഞാൻ വീണ്ടും കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ കുഴമ്പ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കത് കുഴമ്പ് രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. കണ്ട ഈ പാത്രത്തിൽ കാണാൻ അത്രയും നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിന് നമ്മുടെ സോപ്പ് ബേസ് അവിടെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതെടുത്ത് വന്നതിന് ശേഷം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.